തൃപ്തി. ഇന്ന് ലോകത്തിൽ ഇല്ലാത്തൊരു സംഗതിയാണ് തൃപ്തി. മനുഷ്യന് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ഈ സാധനം ഇല്ല. ഏതാ? തൃപ്തി. പക്ഷെ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കടന്നു വന്നവരെ കുറിച്ച് നമ്മളവരുടെ സാമ്പത്തിക നില നോക്കിക്കഴിഞ്ഞാൽ വലിയ പരിങ്ങലില്ല. കാര്യം അവർ വന്നത് കാൽനടയായിട്ടാണ്. അന്ന് വാഹന മൃഗങ്ങളും രഥങ്ങളും ഒക്കെ ഉള്ള കാലമാണ്. പക്ഷെ വന്നത് കാൽനടയായിട്ടാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നിട്ടും അഷ്ടിക്ക് വകയില്ല, കഴിക്കാൻ വകയില്ല. പിന്നെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചിതറി കിടക്കുകയാണ്, ആരും സഹായത്തിനില്ല. പക്ഷെ വന്നിരിക്കുന്ന ജനത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു, അവർക്ക് എന്തോ ഉണ്ടായി? തൃപ്തി ഉണ്ടായി. തൃപ്തി ഉണ്ടായതിൻ്റെ കാര്യം ഒറ്റ കാരണമാണ്, കൊടുത്തത് കർത്താവായതുകൊണ്ടാണ്. മനുഷ്യൻ തന്നാൽ പരിധിയുണ്ട്, മനുഷ്യൻ തന്നാൽ പരിമിതിയുണ്ട്. തന്നിട്ടുണ്ടെങ്കിൽ 4 പേരോട് പറഞ്ഞിരിക്കും, ഇരട്ടിക്കിരട്ടി തിരിച്ചു പ്രതീക്ഷിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേക്കണം. കർത്താവ് തന്നാൽ പരിധി ഇല്ലാതെ തരും, പരിമിതി ഇല്ലാതെ തരും, അമർത്തിക്കുലിക്ക് കവിയുന്ന അളവ് തരും, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു തരും, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഫലമായി തരും. അങ്ങനെയുള്ള ദൈവിക നന്മകൾ അനുഭവിച്ച് ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് ആത്മനിറവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട് തൃപ്തിയാമണ്ണം തരുന്നൊരു കർത്താവുണ്ട്.